അപ്പോഴാണ് കോഴികളെ വിൽക്കുന്ന ചന്തയിൽ പൂവൻ കോഴിനെ വെക്കേണ്ട 50 ഉറുപ്പ്യുള്ളൂ. അന്ന് നാട്ടിൽ 200 ഉറുപ്പ്യുള്ള കാലാണ്. 50 ഉറുപ്പ്യക്ക് പൂവൻ കോഴിനെ വാങ്ങിയ ശേഷം ഇതേപോലെ തിരിച്ചു വരണം. KSRTCക്ക് കൈയാട്ടി. KSRTC നിർത്തി ബാക്കിലാണ് കയറിയ ഓർമ്മയുള്ളൂ. കോഴി ചോര ഇറങ്ങോളം കാ കീ കൂ നല്ല സാക്ഷരതാ ക്ലാസ് പോലെ ഭയങ്കര വിഷയം. കണ്ടക്ടർ പറയുന്നൊരു പെട്ടിയിലാക്കണം എന്നാണ്. അങ്ങനെ ഒരു അട്ടപ്പെട്ടിയൊക്കെ എടുത്ത് കൊടുത്ത് അതിലാക്കി. പിന്നെ കോഴിയും പെട്ടിയും കൂടി പൊന്തൽ തുടങ്ങി. ഇപ്പൊ അയാള് ചോദിച്ചത് എന്താ ചോദിച്ചോ, കണ്ടക്ടർ പറഞ്ഞു ഒരു കാര്യമുണ്ട്, യാത്രക്കാർക്കാണ് ചാർജ് അടിവാരത്തേക്ക്, പക്ഷെ കോഴിക്ക് ലഗേജ് വേണം. അപ്പൊ എന്ത് ചെയ്ത് എത്ര റുപ്യ ചോദിച്ചു? 50 ഉറുപ്പ്യ. കണ്ടക്ടർ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാണ്ട് വരാൻ മുന്നിൽ ആളെടുത്തുനിന്ന് പൈസ വാങ്ങാൻ പോയപ്പോ തന്നെ ഈ ചെയ്തൽ വീത പണി എന്താ അറിയാം, അട്ടപ്പെട്ടി പൊട്ടിച്ചിട്ട് കോഴിയുടെ കാല് കെട്ടിച്ചിട്ട് കാട്ടിക്കണ്ട് വിട്ട് കോഴി കണ്ടിക്കണ്ട് കൊക്കി പറയാൻ പോയി. ഇയാള് ലഗേജ് ചുമത്താൻ വന്നപ്പോ കോഴിയില്ല പെട്ടിയില്ല. അതെന്തേ? ഒന്നല്ല, നിങ്ങൾ 50 ഉറുപ്പ്യ ലഗേജ് എന്ന് പറഞ്ഞപ്പോ നഷ്ടല്ലേ, അപ്പോ ഞാൻ കോഴിനെ കണ്ട് വിട്ടതാ. അപ്പൊ കണ്ടക്ടർ തന്നെ ഇപ്പൊ ആകെ 100 അല്ലേ നഷ്ടം. കാരണം ലഗേജ് 50, കോഴിയുടെ 50. അപ്പൊ ഇയാൾ 4 എനിക്ക് 100 ലാഭമാണ്. അതെന്താ, നാട്ടിൽ 200 ഉറുപ്പ്യ ഉണ്ടെന്ന് കോഴി. അപ്പോൾ ഈ ചങ്ങായി പറയാ 100 ലാഭമാണ്. ആ ചങ്ങാതിനെയാണ് ഇങ്ങനെ ഓർമ്മ.